നമസ്കാരം, ഞാൻ ബിജിഷോളു, പ്രൊഫഷണൽ ഒരു ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജിഷോളു മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് എന്തൊക്കെയാണ് സംഭവിച്ചത്, വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെ ട്രേഡ് ചെയ്യുന്നവർക്ക് വിദഗ്ധമായിട്ട് ട്രേഡ് ചെയ്യാം. അതിന് മുൻപ് തന്നെയായിട്ട് ഇന്നത്തെ മാർക്കറ്റിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. നിഫ്റ്റി ഇന്ന് ഓപ്പൺ ചെയ്തൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം പോസിറ്റീവ് ട്രെൻഡ് നിലനിർത്തിക്കൊണ്ട് 17,269 ക്ലോസ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിരുന്നത്. ബാങ്ക് നിഫ്റ്റിയും ഇന്ന് ഓപ്പൺ ചെയ്തൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം പോസിറ്റീവ് ട്രെൻഡ് നിലനിർത്തിക്കൊണ്ട് 37,668 ക്ലോസ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിരുന്നത്. ഇനി ഇൻട്രാഡേ ലെവലിൽ എന്താണ് സംഭവിച്ചിരുന്നത്, വരും ദിവസങ്ങളിൽ ഇൻട്രാഡേയിൽ എങ്ങനെയാണ് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഇത് നിഫ്റ്റിയുടെ 15 മിനിറ്റ് ഗ്രാഫാണ്. നമ്മൾ നിഫ്റ്റിയെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നത്, നിഫ്റ്റി റേഞ്ചിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, ഓപ്പൺ റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് സാധ്യത കൂടുതൽ. നിഫ്റ്റിക്ക് നമുക്ക് ഒരേ ഒരു സപ്പോർട്ടാണ് നമ്മൾ നൽകിയിരിക്കുന്നത്, 17,500. 17,500 താഴത്തേക്ക് പോയാലാണ് നിഫ്റ്റിക്ക് ഒരു ഷോർട്ട്സിന്റെ കൂടുതൽ സാധ്യതയുള്ളൂ. അതുപോലെ തന്നെ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം 17,500 ബ്രേക്ക് ചെയ്താലാണ് കൂടുതൽ സാധ്യത. അല്ലെങ്കിൽ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ചെയ്തതിന് ശേഷം 17,500 റെസിസ്റ്റൻസ് ആയിട്ട് നിലനിൽക്കുമ്പോഴാണ് കൂടുതൽ ഷോർട്ട്സിന്റെ സാധ്യത. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിരുന്നത്. നിഫ്റ്റി ഓപ്പൺ ചെയ്തൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. താൽക്കാലികമായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് വന്നതിന് ശേഷം 17,500 ഹോൾഡ് ചെയ്തുകൊണ്ട് പോസിറ്റീവ് ട്രെൻഡ് നിലനിൽക്കുന്നതാണ് നമ്മൾ നിഫ്റ്റിയിൽ കണ്ടിരുന്നത്. ഓപ്ഷൻ റൈറ്റേഴ്സിനോടും പ്രത്യേകം പറഞ്ഞിരുന്നു, നിഫ്റ്റി 17,500 താഴെ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് 17,500 സി പൊസിഷൻ റൈറ്റ് ചെയ്യാൻ പാടുകയുള്ളൂ. ഒരു സാധ്യത പോലും തന്നിരുന്നില്ല. 17,500 താഴത്തേക്ക് നിലനിൽക്കാൻ അവിടെ ഇട്ടൊരു സാധ്യത പോലും തന്നിരുന്നില്ല. മാർക്കറ്റിൽ ക്ലിയർ ബൈ ട്രെൻഡിൽ തന്നെയായിരുന്നു. ലെവലുകൾ പറയുമ്പോഴും തലേദിവസത്തെ മാർക്കറ്റ് പറയുമ്പോഴും വളരെയധികം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ചിലപ്പോൾ ഒരു 2-3 മിനിറ്റ് കൊണ്ടായിരിക്കുള്ളൂ, പക്ഷെ അതിൽ വരും ദിവസത്തെ ഒരു മാർക്കറ്റിനെ കൃത്യമായി മാനേജ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടായിരിക്കും. ഇൻ കേസ് ഓപ്ഷൻ റൈറ്റ് ചെയ്യുന്നവരായാലും എക്സ്പയറിയിൽ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നവരായാലും. ഇപ്പോൾ പലരും ചോദിക്കാറുണ്ട്, ഇപ്പോൾ എക്സ്പയറിയിലായാലും നമുക്ക് ആ ഒരു പല ദിവസങ്ങളിലും പറയുന്ന ഒരു പ്രൊഡിക്ഷൻസ് വരാറില്ല. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലായാലും നിഫ്റ്റിയിലൊക്കെ ഒരു അവസാനത്തെ ഒരു സമയത്തായാലും നമ്മളൊരു ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലായാലും എക്സ്പയറി പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞ റേഞ്ചിൽ തന്നെയായിരുന്നു. ലാസ്റ്റ് നിമിഷങ്ങളിലൊക്കെ ഹെവി രീതിയിലുള്ള പി റൈറ്റിംഗ് മാർക്കറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ റീറ്റെയിലേഴ്സിന്റെ ഒക്കെ ഒരു ബൈ മാർക്കറ്റിൽ ഒരു ഹ്യൂജ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നമ്മൾ മുൻപത്തെ ഒരു വീഡിയോസിൽ തന്നെ പറഞ്ഞിരുന്നു, മിനിമം ഒരു 10% പോലും കറക്ഷൻ വരാത്ത ഒരു മൂവ്മെന്റ് ആയിരുന്നു. ആക്ച്വലി ഇതൊരു ബബിളാണ്. ബബിൾ എന്ന് പറയുമ്പോൾ മാർക്കറ്റിന് എത്ര വേണമെങ്കിലും മുകളിലേക്ക് പോകാൻ തന്നെ സാധിക്കും. ഇപ്പൊ പലരും ചോദിക്കാറുണ്ട് പൊസിഷനിൽ ബൈ പൊസിഷൻ സജഷൻ നടത്താത്തത്. കാരണം മാർക്കറ്റിൽ ഇപ്പോഴത്തെ ഒരു മൂവ്മെന്റ് ആയാലും ഇപ്പൊ നിഫ്റ്റി ആയാലും ചിലപ്പോൾ ഒരു 1%, 0.5% ഒക്കെയാണ് അപ്വേർഡ് മൂവ്മെന്റ്. എല്ലാ ദിവസങ്ങളിലും അപ്വേർഡ് മൂവ്മെന്റിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നിഫ്റ്റിയിലായാലും അതിൻ്റെ ഒരു പീക്ക് ലെവൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇൻ കേസ് ആ പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയത്ത് ചിലപ്പോൾ ഒരു നിഫ്റ്റിക്കായാലും ഒരു 5% ഫാള് ചിലപ്പോൾ സഡൻ ആയിട്ട് വരാം. അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ 5% ഫാളായിട്ട് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വരാം. പക്ഷെ ഒരു കാരണവശാലും നിഫ്റ്റിക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ +5%ന്റെ അപ്പ് മൂവ്മെന്റിൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ആണ്. അപ്പോൾ ഞാൻ ഇത് പറയുന്നത് എന്തുകൊണ്ടാണെങ്കിൽ, ഞാൻ മാർക്കറ്റിന്റെ എല്ലാ സിറ്റുവേഷനും ഫേസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. മാർക്കറ്റിലെ വലിയ ക്രാഷുകളും ചെറിയ ക്രാഷുകളും ബുൾ മൂവ്മെന്റുകളും ഒക്കെ ഫേസ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ ഒരു വലിയൊരു ബുൾ മൂവ്മെന്റിലല്ലാതും നമ്മളൊരു നല്ലൊരു സ്റ്റോക്കുകളൊക്കെ ആഡ് ചെയ്തിട്ടും പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇത് അവസാനിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും സിറ്റുവേഷൻ എന്നുകൂടി നമ്മളെപ്പോഴും മനസ്സിലാക്കി വെക്കണം. അതിനനുസരിച്ച് എപ്പോഴും പ്ലാനുകൾ ചെയ്യണം. സിറ്റുവേഷനിൽ നമുക്കൊരു പൊസിഷനിൽ ബൈ പൊസിഷൻ നമ്മൾ സജഷൻ ചെയ്യാത്തത്. അപ്പോൾ മാർക്കറ്റിലായാലും എക്സ്പയറി ഇപ്പോൾ അവസാനത്തെ ഒരു സമയത്തായാലും ഹെവി രീതിയിലൊക്കെ ഒരു പി റൈറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പറയുന്ന ഒരു ലെവലുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും ട്രെൻഡ് നിലനിൽക്കാൻ സാധിക്കും, ആക്യുറസിയിൽ നിലനിൽക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ ദിവസവും നമുക്കൊരു നിഫ്റ്റിയിലായാലും ക്ലിയർ ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ലഭിച്ചിട്ടില്ല. ക്ലിയർ ബൈ ട്രെൻഡിൽ തന്നെയായിരുന്നു നിഫ്റ്റിയിലായാലും. 17,500 താഴത്തേക്ക് നിഫ്റ്റിയുടെ എക്സ്പയറി വരണമെങ്കിൽ നമ്മളൊരു അതിന് കുറച്ച് ക്രൈറ്റീരിയ പറഞ്ഞിരുന്നു. ആ ഒരു ക്രൈറ്റീരിയ മാച്ച് ചെയ്യുക പോലും ചെയ്തിരുന്നില്ല. അപ്പൊ എപ്പോഴും പറയുന്ന ഒരു കാര്യങ്ങൾ ജസ്റ്റ് ഒരു 1-2 വാക്കുകളായാലും അത് വളരെയധികം ശ്രദ്ധിക്കുക. അപ്പൊ നിഫ്റ്റി ആയാലും ഇപ്പൊ ക്ലോസ് ചെയ്തിരിക്കുന്നത് 17,629 17,600 താഴെയുള്ള ഒരു ഓപ്പണിംഗ്.
17,600 താഴെ വരുന്ന ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് നിഫ്റ്റിയിൽ പ്രോഫിറ്റ് ബുക്കിങ്ങിന്റെ ഒരു സാധ്യത ഏറ്റവും കൂടുതലുള്ളത്. അല്ലെങ്കിൽ ഈ റേഞ്ചിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ 17,600 ബ്രേക്ക് ചെയ്താൽ മാത്രം ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. അല്ലെങ്കിൽ ഈ റേഞ്ചിൽ നിന്ന് 15 മിനിറ്റിന് ശേഷം മുകളിലേക്ക് പോവുകയാണെങ്കിൽ ബൈ ട്രെൻഡിലേക്ക് താൽക്കാലികമായിട്ട് നിലനിൽക്കുക. തിരിച്ച് റിവേഴ്സ് ബ്രേക്ക് ചെയ്താൽ തന്നെ ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. വലിയൊരു ഹയർ ലെവൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ന് പറഞ്ഞ പോലെ തന്നെ 15 മിനിറ്റിന് ശേഷം വരുന്ന ഒരു ഓപ്പണിംഗ് റേഞ്ച് ഫോളോ ചെയ്യുക. നിഫ്റ്റിയിലും ഇനി 17,500 താഴത്തേക്ക് നിലനിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ ഒരു ഹയർ ലെവലിൽ നിന്നുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ താഴത്തേക്ക് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ബൈ പൊസിഷൻ ഹോൾഡ് ചെയ്യാതിരിക്കുക. ഇതുവരെ പ്രോഫിറ്റ് ബുക്കിംഗ് വരാത്തൊരു മൂവ്മെന്റ് ആണ് മുകളിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പ്രോഫിറ്റ് ബുക്കിംഗ് വൺസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നൊരു മൂവ്മെന്റ്, ഇപ്പോൾ FIസിന്റെ ഒക്കെ വലിയ രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു പെർസെൻറ്റേജ് തന്നെ ഒരു ദിവസം താഴത്തേക്ക്, അതായത് വലിയൊരു ബിഗ് റെഡ് ക്യാൻഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഡെയിലി ഒരു ക്ലോസിംഗിലായാലും വലിയൊരു റെഡ് ക്യാൻഡിൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും പിൻറാഡറിൽ സപ്പോർട്ട് കാണുന്നത് 37,500 ആണ് സപ്പോർട്ട് റേഞ്ച് കാണുന്നത്. അപ്പോൾ ഇതിന് താഴത്തേക്ക് മൂവ്മെന്റ് നടത്തിയാലാണ് ബാങ്ക് നിഫ്റ്റിക്ക് ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന്റെ ഒരു സാധ്യത വരുന്നത്. അല്ലെങ്കിൽ 37,500 ഹോൾഡ് ചെയ്തിട്ട് നിലനിൽക്കുമ്പോൾ ബൈ ട്രെൻഡിലേക്ക് താൽക്കാലികമായിട്ട് നിലനിൽക്കുക. ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ 37,500 താഴെ. ഇൻ കേസ് 37,500 താഴെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിലും പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. ചിലപ്പോൾ താൽക്കാലികമായിട്ട് മുകളിലേക്ക് മൂവ്മെന്റ് ചെയ്യും. അതിനുശേഷം മുകളിലേക്ക് പോയതിനു ശേഷം താഴോട്ട് 37,500 ബ്രേക്ക് ചെയ്ത് താഴോട്ട് വന്നാൽ ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കണം. 37,500 മുകളിലേക്ക് ഒരു ക്യാൻഡില്, വലിയൊരു ബൈ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു ക്യാൻഡിലിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുമ്പോഴായിരിക്കണം എപ്പോഴും ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ വീഡിയോസിൽ വളരെ പ്രത്യേകം പറഞ്ഞിരുന്നു. അപ്പോഴാണ് നമുക്ക് ആ ഒരു ട്രേഡിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ദിവസവും ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ പറഞ്ഞിരുന്നത് 37,000 റെസിസ്റ്റൻസ്. 37,000 അത് നമ്മൾ പ്രത്യേകം പറയാറുള്ളതാണ്. ഓപ്പണിങ്ങിൽ നമ്മൾ പറയുന്ന റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിങ് ബാങ്ക് നിഫ്റ്റിക്ക് പോസിറ്റീവ് സെന്റിമെന്റിൽ നിലനിൽക്കും. ഇൻ കേസ് ഇതിന്റെ മുകളിലേക്ക് ഒരു ബൈക്കാൽ വന്നിട്ടുണ്ടെങ്കിൽ ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി ചെയ്യണമെങ്കിൽ 37,000 എന്ന് പറയുന്ന റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത ക്യാൻഡിൽ ഏതാണോ, അതായത് ഓപ്പണിംഗ് റേഞ്ച്, ആ റേഞ്ചിന് താഴെ മാത്രമാണ് ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ പാടുകയുള്ളൂ. ഇതേപോലത്തെ ഒരു സിറ്റുവേഷൻ ഇനിയും മാർക്കറ്റിൽ വരും. നമ്മൾ കഴിഞ്ഞ ദിവസവും മുൻപും ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോസിലും ഇതിനെക്കുറിച്ച് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ എപ്പോഴും ഫോളോ ചെയ്യുമ്പോൾ ഇതേ രീതിയിൽ ഫോളോ ചെയ്യുക. മാർക്കറ്റിന്റെ ആക്യുറസിയിൽ, മാർക്കറ്റിന്റെ ഒരു ട്രെൻഡിൽ, ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലായാലും നമുക്ക് കൃത്യം ബൈ ട്രെൻഡിൽ തന്നെ നിലനിൽക്കാനായിട്ട് സാധിച്ചിരുന്നു. കാരണം നമുക്കൊരു ഷോർട്ട് സെല്ലിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി വരണമെങ്കിൽ 15 മിനിറ്റിന് ശേഷം ഓപ്പണിംഗ് റേഞ്ച് 15 മിനിറ്റ് ആണ് നമ്മളത് കൂടുതൽ ഫോളോ ചെയ്യാറ്. ചില റയർ സിറ്റുവേഷനിലാണ് നമ്മൾ ചെറിയൊരു ടൈം ഫ്രെയിമിൽ നമ്മളത് ചെയ്യാൻ പറയാറ്. അപ്പൊ അതിനുശേഷം ഈ ഒരു റേഞ്ചിൽ നിന്ന് കൃത്യം ബൈ ട്രെൻഡിൽ തന്നെയായിരുന്നു നിലനിന്നിരുന്നത്. പക്ഷെ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കൊരു വലിയൊരു മൂവ്മെന്റ് അത് പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരു റെഡ് ക്യാൻഡിൽ വരുമ്പോൾ തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. പക്ഷെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്ക് ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായി കാണും. പക്ഷെ പുതിയതായിട്ട് വരുന്നവർക്ക് ഈ ഒരു കൺസെപ്റ്റ് അത് പെട്ടെന്ന് അത് മനസ്സിലാവുകയില്ല. അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഇത് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ആയാലും 37,500 ബ്രേക്ക് ചെയ്താലാണ് ഷോർട്ട്സിന്റെ ഒരു സാധ്യത. അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്ത ഈ ഒരു റേഞ്ച് ആണ് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ 15 മിനിറ്റിന് ശേഷം ലോ ബ്രേക്ക് ചെയ്താൽ ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ലോവർ ലെവലും 37,500 ഹോൾഡ് ചെയ്യുന്നുണ്ടോ നോക്കുക. കൂടുതൽ വീക്ക്നെസ് 37,500 താഴെയുള്ള ഒരു ഓപ്പണിംഗ് ആണ്. അതുപോലെ തന്നെ നിഫ്റ്റിയിലും കൂടുതൽ വീക്ക്നെസിന്റെ ഒരു സാധ്യത വരുന്നത് 17,600 താഴെ വരുന്ന ഒരു ഓപ്പണിംഗ് ആണ്. അതിനുശേഷം മുകളിലേക്ക് പോയാലും ഷോർട്ട് സെല്ലും അത്ര ഇമ്പോർട്ടൻറ്റ് നൽകുന്ന രീതിയിൽ ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. മാർക്കറ്റിലെ ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. വരും ദിവസത്തെ വലിയ അവസരങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരെയും വിലയേറിയ ഷെയറുകളും കമന്റുകളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.